ഹലോ കൂട്ടുകാരെ, എൽബീസ് ക്യാപ്ചർ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ലഭിച്ച തിലാപ്പിയ എന്ന മീൻ നാടൻ രീതിയിൽ പൊള്ളിക്കുന്ന രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചമുളക്, പച്ചക്കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളിയും പിന്നീട് കുറച്ച് കറിവേപ്പിലയും. ആവശ്യമായ പൊടികൾ: ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. നമ്മൾ ഫ്രഷായി പറിച്ചെടുത്ത പച്ചക്കുരുമുളകും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും അതിനോട് കൂടെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് അതിനോട് കൂടെ കുറച്ച് നല്ല വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കുക. എന്നിട്ട് ആ മസാല നമ്മൾ തയ്യാറാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൽ പുരട്ടി വെക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി അതിൻ്റെ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിനെ 2 മണിക്കൂറത്തേക്ക് അതിൻ്റെ മസാല പിടിക്കുന്നതിനായി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കുക. മീൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് പൊള്ളിക്കുന്നതിനായി ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനായി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. സവോള വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, തക്കാളി ഇവയെല്ലാം ചേർത്ത് ഇളക്കുക. അത് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ പൊടികളെല്ലാം ചേർക്കാൻ, ഇല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഉള്ളിയും തക്കാളിയും നന്നായി വഴണ്ട് വന്ന് അതിലേക്ക് ഈ പൊടികളെല്ലാം ചേരാനായി നന്നായി ഇളക്കി അത് അടച്ചു വെക്കുക. അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ അത് വെക്കുക. നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഹാഫ് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മീനുകൾ വെക്കുക. എന്നിട്ട് ചെറുതീയിൽ അത് ഫ്രൈ ചെയ്യുക. രണ്ട് സൈഡും ഹാഫ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പൊള്ളിക്കുന്നതിന് ആവശ്യമുള്ള വാഴയില, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴയില വാട്ടിയെടുക്കാം. ആ വാഴയിലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പുരട്ടുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് മസാല തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ മുകളിൽ ഒരു കൊത്ത് കറിവേപ്പില വെച്ചാൽ നല്ല മണം കിട്ടുന്നതായിരിക്കും.
അതിനുശേഷം വാഴയില നന്നായി പൊതിഞ്ഞ് കെട്ടുക. ഞാനിവിടെ കെട്ടാനായി ഉപയോഗിച്ചിരിക്കുന്നത് തെങ്ങിൻ്റെ ഓലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൃത്തിയുള്ള നൂലോ വാഴവള്ളിയോ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ മീനും നല്ല വൃത്തിയായി കെട്ടി വെച്ചതിന് ശേഷം അത് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അതിനായി നമ്മൾ മീൻ വറുത്ത സെയിം ഫ്രൈങ് പാനിൽ തന്നെ മീനിനെ നമുക്ക് വെക്കാം. മണത്തിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കറിവേപ്പില ആ എണ്ണയിലേക്ക് വെക്കുന്നുണ്ട്. വളരെ ചെറിയ തീയിൽ വേണം നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കാനായി. 2 സൈഡും നമുക്ക് പൊള്ളിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. തീ കൂട്ടി വെച്ചാൽ നമ്മുടെ ഇല കരിഞ്ഞു പോകും. അതിനാൽ സിമ്മിൽ തന്നെ വെച്ച് പൊള്ളിച്ചെടുക്കാൻ ശ്രമിക്കുക. അടച്ചു വെച്ചാൽ നന്നായിരിക്കും, അത് വേകാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും 2 സൈഡും നന്നായി വെന്ത് വരാനായി. പത്ത് 15 മിനിറ്റിന് ശേഷം ഇതാണ് നമ്മൾ കാണുന്നത്. മീൻ ഏകദേശം നന്നായി തന്നെ പൊള്ളിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് നാടൻ രീതിയിൽ പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രഷായി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിനിപ്പോൾ നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. മീനൊക്കെ ഫ്രീസറിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ. താങ്ക് യു.